ഇപ്പോൾ TMC നേതാവ് ശ്രീ സജി മഞ്ഞക്കടമ്പിൽ ടെലിഫോണിലായിരുന്നു. ശ്രീ സജി മഞ്ഞക്കടമ്പിൽ ഒരു പത്രിക തള്ളിയിരിക്കുകയാണ്. അതായത് TMCയുടെ ലേബലിൽ PV അൻവറിന് മത്സരിക്കാൻ കഴിയില്ലല്ലോ. അത് ഇന്നലെ അദ്ദേഹം പറഞ്ഞിരുന്നല്ലോ, മത്സരിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും മത്സരിക്കുന്നത്, ഇല്ല എങ്കിൽ സ്വതന്ത്രമായിട്ട് മത്സരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതിൽ തർക്കമില്ല. അതെ, പക്ഷേ അതൊരു പ്രതീക്ഷയായിരുന്നു PV അൻവറിനെ സംബന്ധിച്ച്. നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അതൊരു അഡ്വാൻറ്റേജുമായിരുന്നു. കാരണം ഒരു ദേശീയ പാർട്ടിയുടെ ലേബലിൽ മത്സരിക്കാൻ കഴിയുക എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ലല്ലോ. ആയിരുന്നു. നമ്മളൊക്കെ ചിന്തിക്കുന്ന പോലെ മാത്രം കാര്യങ്ങൾ നടക്കണമെന്നില്ലല്ലോ. ഇപ്പൊ ദൗർഭാഗ്യവശാൽ അങ്ങനെ സംഭവിച്ചുവെങ്കിൽ ഇനി മത്സരരംഗത്ത് മാറാനൊക്കെ ഇല്ലല്ലോ. ഏതായാലും PV അൻവർ എന്ന് പറയുന്ന വ്യക്തിക്കാണല്ലോ അവിടെ പ്രാധാന്യം. അദ്ദേഹത്തോട് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യം UDF കാണിച്ച അവഗണനയ്ക്കെതിരെ നിലമ്പൂരിലെ ജനങ്ങൾ അദ്ദേഹത്തിന് അനുകൂലമായി ജനവിധി എഴുതും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് TMCയുടെ സ്ഥാനാർത്ഥിയായി ഔദ്യോഗിക മത്സരിക്കാനായിരുന്നു ആഗ്രഹം. മാത്രമാണ് നോമിനേഷൻ കൊടുത്തിരുന്നത്. എന്താണ് അതിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഏതായാലും PV അൻവർ മത്സരരംഗത്തുണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അദ്ദേഹം ഇത് പ്രതീക്ഷിച്ചിരുന്നോ? ഇത്തരത്തിലേക്ക് TMCയുടെ ലേബലിൽ മത്സരിക്കാനാകുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നുവെന്ന് തോന്നുന്നു അല്ലേ? അല്ല, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ, TMCയുടെ ലേബലിൽ മത്സരിക്കുന്നതിന് ഏതെങ്കിലും തരത്തിൽ തടസ്സമുണ്ടായാൽ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കുമെന്ന് തന്നെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞിരുന്നല്ലോ. അപ്പൊ എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എനിക്കറിയില്ല. ഞാൻ ഇപ്പോൾ അവിടെ നിലമ്പൂരില്ല, നാട്ടിലാണുള്ളത്. ഞാൻ നാളെ വൈകുന്നേരം തിരിച്ചു പോവുകയുള്ളൂ. ശരി, അപ്പൊ അങ്ങനെയെങ്കിൽ ഈ സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ ഇനി എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന് എവിടെ നിന്നൊക്കെയുള്ള പിന്തുണ? ആ തരത്തിലേക്കൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്താണ് സജി? സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവും. ഒരുപക്ഷെ ഇനിയിപ്പോ TMC സ്ഥാനാർത്ഥിയാണെങ്കിൽ ഒരുപക്ഷെ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ച ആളുകൾക്ക് ഒരുപക്ഷെ വോട്ട് ചെയ്യാൻ വിമുഖത ഉണ്ടാവാമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ സ്വതന്ത്രനായതുകൊണ്ട് സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ നിലമ്പൂരിലെ പൊതുജനങ്ങൾ അല്ലെങ്കിൽ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളുടെയും പിന്തുണയും വോട്ടും അദ്ദേഹത്തിന് ലഭിക്കും. അദ്ദേഹം വിജയിക്കും, യാതൊരു സംശയവും വേണ്ട. പക്ഷേ ദേശീയ പാർട്ടിയാണ് TMC എന്നുള്ളത്. ഒരുപക്ഷെ ദേശീയ നേതാക്കൾ പ്രചാരണത്തിലേക്ക് എത്തും എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നു. അതെല്ലാം മറ്റുപോവുകയല്ലേ? ഇല്ല, അതിനെ സംബന്ധിച്ച് ഇനിയും ദേശീയ നേതൃത്വവുമായി സംസാരിക്കും. അതിന് ശേഷം അതിനെക്കുറിച്ച് മറുപടി പറയാം. PV അൻവറുമായി സംസാരിക്കും. കൃത്യമായി ഇപ്പൊ പറയാൻ സാധിക്കില്ല. ദേശീയ ഇപ്പൊ പത്രിക തള്ളി എന്നുള്ളത് കൊണ്ട് അദ്ദേഹം TMC നേതാവ് അല്ല എന്നാർക്കും പറയാൻ ഒക്കില്ലല്ലോ. TMCയുടെ സംസ്ഥാന കൺവീനറാണ് നിലവിൽ PV അൻവർ. അതെ, അപ്പോ താങ്കൾ അദ്ദേഹവുമായി സംസാരിച്ചോ? ഞാൻ അദ്ദേഹവുമായി ഇപ്പോൾ നിങ്ങൾ വിളിക്കുമ്പോൾ മാത്രമാണ് തള്ളി എന്ന് ഞാൻ അറിയുന്നത്. ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ പറയാം. ശരി, നന്ദി സജി മഞ്ഞക്കടമ്പിൽ പ്രതികരിച്ചതിന്. അദ്ദേഹം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. എല്ലാ വിഭാഗത്തിൽ നിന്നുമുള്ള ജനങ്ങളുടെ പിന്തുണ ലഭിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ സജി മഞ്ഞക്കടമ്പിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് പ്രതീക്ഷ പ്രകടിപ്പിച്ചത്. ഒരു സെറ്റ് പത്രിക തള്ളിയിരിക്കുന്നു. TMC സ്ഥാനാർത്ഥിയായി നിലവിൽ PV അൻവറിന് മത്സരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്നാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഈ തെരഞ്ഞെടുപ്പിനെ അദ്ദേഹത്തിന് നേരിടാൻ കഴിയും. ഒരിക്കൽ കൂടി ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന ലേബലിൽ അദ്ദേഹം നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് അംഗത്തിനിറങ്ങുകയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ PV അൻവറിന്റെ ചില പ്രതികരണങ്ങൾ ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. അതിൽ പുനഃപരിശോധന വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഒരു പത്രികയാണ് നിലവിൽ തള്ളിയത്. TMCയുടെ ലേബലിൽ മത്സരിക്കാൻ കഴിയില്ല, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇപ്പോൾ പുനഃപരിശോധിക്കണം ഈ തീരുമാനം എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്.